എന്തോ മോളെ പരിപാടി? ഇന്ന് ഉച്ചക്ക് നമുക്ക് കറി ഉണ്ടാക്കണ്ടേ? പിന്നെ എന്താ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു? സാമ്പാറ് തോരനും. അപ്പൊ ഒരു തോരനും ഒരു സാമ്പാറും വെക്കാം അല്ലേ? വേണ്ട ഒരു കുഞ്ഞു ക്യാബേജ് ഉണ്ട്, ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? തോരൻ വെക്കാം. പിന്നെ ഇതിനകത്ത് ആവശ്യമായ പച്ചക്കറി എടുത്ത് ഒരു സാമ്പാറും വെക്കാം. അപ്പൊ സാമ്പാറും തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനത്തെ ഞങ്ങളെ തീരുമാനം പോലെ തോരനും സാമ്പാറുമാണ് ഇന്ന് ഉച്ചലത്തെ സ്പെഷ്യൽ. അമ്മ തോരനെല്ലാം അരിഞ്ഞു തന്നു, സാമ്പാറിനും അരിഞ്ഞു വെച്ചു. ഈ നേരം കൊണ്ട് ഞാൻ പുറത്തു പോയി തുണിയെല്ലാം കഴുകി വന്നതിന് ശേഷമാണ് കുക്കിംഗ് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ അമ്പലത്തിലെ പൊങ്കാലയിട്ട മൺകലത്തിൽ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞതേ മൺകലത്തിലേക്ക് ഇട്ട് ലാസ്റ്റ് സവാളയും തക്കാളിയും കൂടി അരിഞ്ഞിട്ടാൽ മതിയായിരുന്നേ. അവന്മാർ രണ്ടിനെയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി വിതറിയിട്ട് ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ദേ അടപ്പയിലേക്ക് വെച്ച് അടച്ചും വെച്ചിട്ടുണ്ട്. ഇനി തോരനുള്ള അരപ്പാണ് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് കേട്ടോ. അപ്പോൾ അത്രയും അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് തോരനുള്ള. ഇനി രണ്ടാമത് കുറച്ച് പിഴിപുളിയാണെങ്കിൽ പിഴിഞ്ഞ് ഞാൻ കലത്തിലേക്ക് ഒഴിച്ചു. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഊരിയിട്ടു. ഇനി നമ്മുടെ സാമ്പാറിന് വേണ്ട പൊടികളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടിയാണ്. അത് വേറൊരു ചട്ടിക്കകത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കരിയാതെ ചൂടാക്കി എടുക്കണേ. എന്നിട്ട് താണ്ടെ നമ്മുടെ ആ കലത്തിനകത്തേക്ക് എല്ലാം വെന്തുടഞ്ഞ് വന്നപ്പം പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തോരനുള്ള ചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടിയപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊന്ന് മൂത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ച് താളിക്കാനുള്ളത് ഇതിനകത്ത് നിന്ന് എടുത്ത് ഒഴിക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ട, ഒരു വെടിക്ക് 3 പക്ഷി എന്നാണ്, പക്ഷേ ഇവിടെ 2 കാര്യങ്ങളാണ് നടന്നത്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് തന്നെ കുറച്ച് ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഉഴുന്നും കുറച്ച് വറ്റൽമുളകും കൂടെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് കണ്ട ഉഴുന്ന് ഈ ഒരു കളറായി നല്ല മൂത്ത് വരണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തോരൻ്റെ അരപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടാഞ്ഞത്. പിന്നെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് താണ്ട നമ്മുടെ തോരൻ ഒരു 5-6 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ് ഇങ്ങനെ തോരൻ കഴിക്കാനായിട്ട്. ഇനി സാമ്പാറാണെങ്കിൽ ഇവിടെ നല്ല വേവ് പരുവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാർ ഞാൻ താണ്ടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉച്ചത്തെ ചോറിൻ്റെ സ്പെഷ്യൽ താണ്ടെ തോരൻ, ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, മാങ്ങ അച്ചാർ കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ അച്ചായി ഇത് അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചായി ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇന്ന് ഉച്ചത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഫുഡാണ് നിങ്ങളീ കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.